Good morning. Corporate Accounting in Income Tax in Indian Accounting Standard 12, International Accounting Standard 12. In this topic, we discuss current tax, tax base, and difference between taxable profit and accounting profit. There are two reasons for the differences: permanent differences and temporary differences. We already studied permanent differences in the last class. Permanent differences means it's occur when certain items of revenue or expenses are excluded from the computation of taxable profits. ടാക്സബിൾ പ്രോഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചില എക്സ്പെൻസോ അല്ലെങ്കിൽ റവന്യൂ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തില്ല, ടാക്സബിൾ പ്രോഫിറ്റിൽ ഉൾപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ഈ പെർമനൻറ്റ് ഡിഫറൻസസ് ഒക്യൂർ ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് മേ നോട്ട് അലവബിൾ ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പർപ്പസസ്. ടാക്സ് പർപ്പസസിൻ്റെ കമ്പ്യൂട്ടേഷനിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് ഉൾപ്പെടുത്താറില്ല. വേറൊരു എക്സാമ്പിളാണ് ഡൊണേഷൻ. പെർമനൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് പെർമനൻറ്റ് എക്സ്പെൻസസ് നോട്ട് റിവേഴ്സ് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ നമുക്ക് പെർമനൻറ്റ് എക്സ്പെൻസസ് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ദേ റിമെയിൻ പെർമനൻറ്റ്. അതവിടെ പെർമനൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ് ടെമ്പററി ഡിഫറൻസസ്. ടെമ്പററി ഡിഫറൻസസ് മീൻസ് എൻറ്റിറ്റീസ് പേ ഇൻകം ടാക്സ് on their taxable profits. The taxable profit shall be different from the accounting profit. എല്ലാ സ്ഥാപനങ്ങളും ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് അടയ്ക്കാറ്. ടാക്സബിൾ പ്രോഫിറ്റ് എല്ലാ സമയത്തും എന്തുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, അക്കൗണ്ടിങ് പ്രോഫിറ്റുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ദ മെയിൻ റീസൺസ് ഫോർ ദിസ് ഡിഫറൻസ് ആർ, ഈ ഡിഫറൻസസിൻ്റെ അതായത് ടാക്സബിൾ പ്രോഫിറ്റും അക്കൗണ്ടിങ് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസസിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഡിഫറൻസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് കമ്പനീസ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും കമ്പനീസ് ആക്ട് പ്രകാരവും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ്. ഡിപ്രീസിയേഷൻ രണ്ടിലും രണ്ട് രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വരാം. സെക്കൻഡ് വൺ, ഡിസ്അലവൻസ് ഓഫ് സർട്ടൈൻ എക്സ്പെൻഡിച്ചർ വിച്ച് ആർ ഫർദർ അലൗഡ് ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഓൺ പേയ്മെൻറ്റ് ബേസിസ്. ഇൻകം ടാക്സ് ആക്ട് ചില എക്സ്പെൻസുകൾ ഡിസലൗഡ് ആണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, പക്ഷേ ഫർദർ വീണ്ടും അത് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ അലൗഡ് ആയിരിക്കാം. അപ്പോൾ ഈ ഡിസലൗഡ് ആവുന്ന സമയത്ത് അവിടെ ഒരു ഡിഫറൻസ് കാണും. അപ്പോൾ മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം. രണ്ടാമത്തെ, ഡിസലവൻസ് ഓഫ് സെർട്ടൈൻ എക്സ്പെൻഡിച്ചർ വിച്ച് ആർ അലൗഡ് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ അത് അലൗ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിഫറൻസസ് അറൈസസ് ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. ഇങ്ങനെ വരുമ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് എൻ അസറ്റ് ഓർ ലയബിലിറ്റി ഡിഫേഴ്സ് ഫ്രം ഇറ്റ്സ് ടാക്സ് ബേസ്. അതായത് അക്കൗണ്ടിങ് ബുക്ക് പ്രകാരമുള്ള അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും വാല്യൂ, ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടും തമ്മിൽ അവിടെ ഒരു ഡിഫറൻസ് വരും. ദിസ് ഡിഫറൻസ് ഈസ് നോൺ ആസ് ടെമ്പററി ഡിഫറൻസ്. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, ടെമ്പററി ഡിഫറൻസ് എന്നുള്ള പേരിൽ പറയുന്നത്. ടെമ്പററി ഡിഫറൻസ് ഈസ് എ ഡിഫറൻസ് വിച്ച് ഗോയിങ് ടു ബി സെറ്റിൽഡ് ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ്. ടെമ്പററി ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ തുടർച്ചയായിട്ട് വരുന്ന വർഷങ്ങളിൽ അത് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അതിന്, അതായത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന് ടെമ്പററി ഡിഫറൻസസ് എന്നുള്ള പേരിൽ പറയുന്നു. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ടെമ്പററി ഡിഫറൻസസ് ആണ്. ടൈപ്സിൽ ഫസ്റ്റ് വൺ, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസസ്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസസിൽ ദീസ് ആർ ടെമ്പററി ഡിഫറൻസസ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ടാക്സബിൾ എമൗണ്ട്സ് ഇൻ ഡിറ്റർമിനിങ് ടാക്സബിൾ പ്രോഫിറ്റ് ഓഫ് ഫ്യൂച്ചർ പീരിയഡ്സ്. എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ടാക്സബിൾ എമൗണ്ട്, ടാക്സബിൾ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ടാക്സബിൾ ലോസ് ഡിറ്റർമിൻ ചെയ്യുന്ന ടാക്സബിൾ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറൻസസ് ആണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസസ്. വെൻ ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ അസറ്റ് ഓർ ലയബിലിറ്റീസ് റിക്കവേർഡ് ഓർ സെറ്റിൽഡ്. അത് ചിലപ്പോൾ ഫ്യൂച്ചർ ഇയേഴ്സിൽ റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാം. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. എക്സാമ്പിൾസിൽ ഫസ്റ്റ് വൺ പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് റവന്യൂ. അതായത് സെയിലിൽ നിന്നുണ്ടാകുന്ന റവന്യൂ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ എപ്പോഴാണോ ഗുഡ്സ് കൊടുക്കുന്നത് ആ സമയത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കാം. പക്ഷേ ടാക്സബിൾ പ്രോഫിറ്റ് ബട്ട് ഇൻക്ലൂഡഡ് ഇൻ ടാക്സബിൾ പ്രോഫിറ്റ് ഓൺലി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. എപ്പോഴാണോ നമുക്ക് ക്യാഷ് കിട്ടുന്നത് ആ സമയത്താണ് നമ്മൾ എന്ത് ഇൻക്ലൂഡഡ് ആക്കുക, ഈ സെയിൽസിൻ്റെ റവന്യൂ ടാക്സബിൾ പ്രോഫിറ്റിൽ വരിക. അക്കൗണ്ടിങ്ങിൽ സെയിൽസ് എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്ത് തന്നെ അത്
ഇൻക്ലൂഡഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് fully they were deducted in full from taxable profit in the period in which they are incurred. ഏത് സമയത്താണോ ആ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഉണ്ടാകുന്നത് ആ സമയത്ത് തന്നെ ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്നും അത് ഫുള്ളി ഡിഡക്റ്റഡ് ആണ്. പക്ഷേ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ക്യാപിറ്റലൈസ് പ്രോഫിറ്റ് ഓർ ലോസിൽ അമോർട്ടൈസേഷൻ പ്രകാരമാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ അത് കാണിക്കുന്നത്. നെക്സ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസും അങ്ങനെ തന്നെയാണ്. ടാക്സബിൾ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ക്യാഷ് ബേസിസിലാണത് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡിഫറൻസുകൾ, അതായത് ടാക്സബിൾ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിഫറൻസിനെ നമ്മൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. These are temporary differences that will result in amounts that are deductible in determining taxable profit of future periods when the carrying amount of the asset or liability is recovered or settled. ഈ ടെമ്പററി ഡിഫറൻസസ് ടാക്സബിൾ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഡിഡക്റ്റബിൾ ആണ്. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എമൗണ്ട്സ് ദാറ്റ് ആർ ഡിഡക്റ്റബിൾ ഇൻ ഡിറ്റർമിനിങ് ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്ന items ആണ് ഓഫ് ഫ്യൂച്ചർ പീരിയഡ്സ് ആൻഡ് ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ അസറ്റ് ഓർ ലയബിലിറ്റീസ് റിക്കവേർഡ് ഓർ സെറ്റിൽഡ്. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ പീരിയഡ്സിൽ ഭാവിയിലായിരിക്കാം എപ്പോഴാണോ അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് റിക്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുന്നത് ആ സമയത്ത് ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയത്? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കോസ്റ്റ്. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ എപ്പോഴാണോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ അത് അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ കാണിക്കുമ്പോൾ ടാക്സബിൾ പ്രോഫിറ്റിൽ എപ്പോഴാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്? എപ്പോഴാണോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ആ സമയത്ത് മാത്രമാണ്. അതാണ് ഫ്യൂച്ചറിൽ ഡിഡക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആസ് എ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പക്ഷേ ദേ ആർ നോട്ട് ഡിഡക്റ്റഡ് ഇൻ ഡിറ്റർമിനിങ് ടാക്സബിൾ പ്രോഫിറ്റ് അൺടിൽ ദ എൻറ്റിറ്റി പേസ് ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പേ ചെയ്യുന്ന വരെയും ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്നത് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കില്ല. അതായത് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാറുള്ളൂ? ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കാറുള്ളൂ. പിന്നെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എല്ലാ സമയത്തും ടാക്സബിൾ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിപ്രീസിയേഷനേക്കാളും വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അവിടെയും എന്ത് ചെയ്യാം? ഡിഡക്റ്റബിൾ. അത് ഡിഡക്റ്റ് ചെയ്യുന്ന ആയിട്ടാണ് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് അവിടെ ഫോം ചെയ്യാം. നെക്സ്റ്റ് റിസർച്ച് കോസ്റ്റ് ആണ്. റിസർച്ച് കോസ്റ്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് അക്കൗണ്ടിങ് പർപ്പസിൽ കാണിക്കുമ്പോൾ ബട്ട് ആർ നോട്ട് ഡിഡക്റ്റബിൾ അഗൈൻസ്റ്റ് ടാക്സബിൾ പ്രോഫിറ്റ് അൺടിൽ എ ലേറ്റർ പീരീഡ്. പക്ഷേ അതൊരു ലേറ്റർ പീരീഡ് വരെ ടാക്സബിൾ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കാറില്ല. ഇപ്പോൾ ടെമ്പററി ഡിഫറൻസസിൽ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസും ഉണ്ട്, അതേപോലെ തന്നെ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസും ഉണ്ട്. നെക്സ്റ്റ് വൺ അതിൽ വരുന്നതാണ് ടൈമിംഗ് ഡിഫറൻസസ്. ടൈമിംഗ് ഡിഫറൻസസ് മീൻസ് ചില സമയത്ത് സംടൈംസ് ഇൻകം ഓർ എക്സ്പെൻസസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇൻ വൺ പീരിയഡ് ബട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ടാക്സബിൾ പ്രോഫിറ്റ് ഇൻ എ ഡിഫറെൻറ്റ് പീരിയഡ്. ചില സമയത്ത് ഞാൻ പറഞ്ഞു നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ ഉള്ളിൽ ചില ഇൻകം ഓർ എക്സ്പെൻസസ് ഈ വർഷത്തിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ പ്രോഫിറ്റിൽ ചിലപ്പോൾ അടുത്ത വർഷം അതിൻ്റെ പിറ്റത്തെ വർഷമായിരിക്കും അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഡിഫറൻസുകളെ സച്ച് ടെമ്പററി ഡിഫറൻസസ് ആർ കോൾഡ് ടൈമിംഗ് ഡിഫറൻസസ്. ഇത്തരത്തിൽ വരുന്ന ഡിഫറൻസുകളെ ടൈമിംഗ് ഡിഫറൻസസ് എന്ന് പറയും. ദിസ് ടൈമിംഗ് ഡിഫറൻസസ് ഒറിജിനേറ്റ്സ് ഇൻ വൺ പീരിയഡ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് റിവേഴ്സൽ ഓഫ് വൺ ഓർ മോർ സബ്സിക്വൻറ്റ്. അപ്പോൾ ഒരു പീരിയഡിൽ വരുന്ന ടൈമിംഗ് ഡിഫറൻസ് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ അത് എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ടൈമിംഗ് ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഓർ എക്സ്പെൻസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ വൺ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻകം ഓർ എക്സ്പെൻസ് ടാക്സബിൾ പ്രോഫിറ്റിൽ സബ്സിക്വൻറ്റ് ഇയേഴ്സിലായിരിക്കും ഇൻക്ലൂഡഡ് ആയിരിക്കുക. അപ്പോൾ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടൈമിംഗ് ഡിഫറൻസസ് എന്നുള്ള പേരിൽ പറയുന്നത്. നെക്സ്റ്റ് ഡെഫേർഡ് ടാക്സ് ആണ്. ഡെഫേർഡ് ടാക്സിൽ ഡെഫേർഡ് ടാക്സ് അസറ്റും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഡെഫേർഡ് ടാക്സും വരുന്നത്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി മീൻസ് when the accounting profit is more than the taxable profit, it means that we pay less tax now but we have to pay more tax in future.
ദിസ് ഈസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. നമ്മൾ എന്ത് ചെയ്യാണ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ടാക്സബിൾ പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. നമ്മളിപ്പോൾ അടച്ചിട്ടുള്ളത് കുറച്ച് ടാക്സേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 75 ലാക്കാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്, 50 ലാക്കാണ് ടാക്സബിൾ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ 50 ലാക്കിൻ്റെ ബേസിൽ എന്തടയ്ക്കും, ടാക്സ് അടയ്ക്കും. അപ്പോൾ ഭാവിയിൽ ബാക്കിയുള്ള 25 ലാക്കിൻ്റെ ടാക്സ് നമ്മൾ ഭാവിയിൽ അടയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇപ്പോൾ അത്രയും കാണിച്ചിട്ടുണ്ടല്ലോ. ആ 25 ലാക്കും കൂടി ഇതിലേക്ക് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ സെറ്റിൽ ചെയ്തിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസിൽ വരുമ്പോൾ ഇതിനെ നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നാണ് പറയുക. ദാറ്റ് വി പേ ലെസ് ടാക്സ് നൗ. ഇപ്പോൾ നമ്മൾ കുറച്ച് ടാക്സാണ് അടയ്ക്കുന്നത്. ബട്ട് വി ഹാവ് ടു പേ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമ്മൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യം വരാം. ദിസ് ഈസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ദസ് വെൻ ദ അക്കൗണ്ടിങ് ഇൻകം ഈസ് മോർ ദാൻ ദ ടാക്സബിൾ ഇൻകം, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഈസ് ക്രിയേറ്റഡ്. അക്കൗണ്ടിങ് ഇൻകം ടാക്സബിൾ ഇൻകത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ കൂടുതലായിട്ട് ടാക്സ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്കൊരു ലയബിലിറ്റിയാണ്. നേരെ ഓപ്പോസിറ്റാണ് ഡെഫേർഡ് ടാക്സ് ആസെറ്റ്. ഡെഫേർഡ് ടാക്സ് ആസെറ്റ് എന്നാ, വെൻ ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ലെസ് ദാൻ ദ ടാക്സബിൾ പ്രോഫിറ്റ്, ഇറ്റ് മീൻസ് ദാറ്റ് വി ഹാവ് ടു പേ മോർ ടാക്സ് നൗ ആൻഡ് ബട്ട് വി ഹാവ് ടു പേ ലെസ് ടാക്സ് ഇൻ ഫ്യൂച്ചർ. നമ്മുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആകെ 50 ലാക്കേ ഉള്ളൂ, ടാക്സബിൾ പ്രോഫിറ്റ് 75 ലാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 75 ലാക്കിൻ്റെ ടാക്സും അടച്ചു കഴിഞ്ഞു. പക്ഷേ സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ അത് സെറ്റിൽ ചെയ്ത് വരുമ്പോൾ ഭാവിയിലേക്ക് നമ്മൾക്ക് ടാക്സ് കുറച്ച് കൂടുതലായിട്ട് അടച്ചതായിട്ട് കാണിക്കും. അപ്പോൾ അത് നമ്മളുടെ ഡെഫേർഡ് ടാക്സ് അസറ്റായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ലെസ് ദാൻ ദ ടാക്സബിൾ പ്രോഫിറ്റ്, ഇറ്റ് മീൻസ് ദാറ്റ് വി ഹാവ് ടു പേ മോർ ടാക്സ് നൗ. നമ്മളിപ്പോൾ കൂടുതൽ ടാക്സ് അടയ്ക്കും. ബട്ട് വി ഹാവ് ടു പേ ലെസ് ടാക്സ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾക്ക് ഫ്യൂച്ചറിൽ എന്തടച്ചാൽ മതി, വളരെ കുറവ് മാത്രം ടാക്സ് അടച്ചാൽ മതി, കുറച്ച് എമൗണ്ട് വരും. അപ്പോൾ ഇതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡെഫേർഡ് ടാക്സ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഇത്രയാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഒക്കെ ആയിട്ട് പഠിക്കുന്നത്. ഡെഫേർഡ് ടാക്സ് മീൻസ് നമ്മൾ അടയ്ക്കുന്ന, അതായത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറവ് ടാക്സാണ് അടച്ചിട്ടുള്ളത്. ഭാവിയിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഭാവിയിൽ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ലയബിലിറ്റിയാണ്. നേരെ ഓപ്പോസിറ്റാണ്, ഇപ്പോൾ നമ്മൾ കൂടുതൽ ടാക്സ് അടച്ചു, ഭാവിയിൽ നമുക്ക് കുറച്ച് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നു വെച്ചാൽ അതെന്താണ്, ഡെഫേർഡ് ടാക്സ് അസറ്റായിട്ടാണ് ഫോം ചെയ്യുക. അപ്പോൾ ഇതിൽ ഇന്ന് ഇത്ര ടോപ്പിക്കുള്ളൂ. നെക്സ്റ്റ് കുറച്ച് ചെറിയ 2-3 അൺയൂസ്ഡ് ടാക്സ് ലോസസ് ആൻഡ് ടാക്സ് ക്രെഡിറ്റ്, അതേപോലെ തന്നെ പ്രോബ്ലം കഴിഞ്ഞ് ടാക്സിൻ്റെ ഭാഗം അവസാനിച്ചു. ഓക്കെ, താങ്ക് യു.